CM-നെയും DGP-യെയും കാണാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയായിക്കൊള്ളാം. ആൻസിയെ പോലുള്ള സാധാരണ സ്ത്രീകൾക്ക് CM-നെ പോലുള്ളവരെ കാണുക സുസാധ്യമോ? ഫണ്ടിറക്കുന്ന ഞാനാണെങ്കിൽ അതിൽ എന്റെ ഇഷ്യൂ എന്റെ എയും വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഒരാൾക്കും വിശ്വാസമില്ല, പേരുദോഷമാവും പോലും. ആൻസിക്കെതിരെ FB പോസ്റ്റ് ചെയ്യാൻ അനന്തൻ തയ്യാറാകുമോ? തോന്നിയ അക്ഷരങ്ങൾ, ഒരു KK രാജീവ് പരമ്പര. നമസ്തേ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്നത്. ഇറ്റ്സ് എ മെക്സിക്കൻ ഡിഷ്. അതെന്ന് വെച്ചാൽ ബുറീറ്റോ കേട്ടിട്ടില്ലേ? അതാ ചെയ്യാൻ പോകുന്നത്. ബുറീറ്റോ റാപ്പ് ഉണ്ട്, ബുറീറ്റോ എന്താ പറയുക ബൗളുണ്ട്, എല്ലാം ചെയ്യാം. റാപ്പ് ചെയ്യാൻ പറ്റാത്തവരാണ് ബൗളിൽ വെക്കുന്നത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇവിടെ മെക്സിക്കൻ സീസണിങ് ഒക്കെ കിട്ടാനും അല്ലെങ്കിൽ ഒരു കവർ മേടിക്കാൻ, അതിൻ്റെ ആ ഒരു സീസണിങ് മേടിക്കാനുള്ള കവർ കിട്ടുമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. കിട്ടുമായിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ അഥവാ എല്ലാ സ്ഥലങ്ങളിലും അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യണ്ടേ? ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. പക്ഷെ എല്ലാ സ്റ്റോഴ്സിലും കിട്ടുന്ന സാധനങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് മേടിച്ചേച്ച് നമ്മളൊന്ന് ചേർത്താൽ മതി, അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് ശരിക്കും ഒരു ഇതിനകത്ത് ചോറുണ്ട്, രാജ്മ, കുറച്ചൊരു ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ വെജിറ്റേറിയൻ വേർഷനും ഹെൽത്തിയാണ്. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നോൺ വെജിറ്റേറിയനും ഹെൽത്തിയാണ്. കാരണം നോൺ വെജിറ്റേറിയനിൽ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പം ഇതിന് വേണ്ടിയ കാര്യങ്ങളെല്ലാം വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് മെക്സിക്കൻ ഡിഷ് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോവുക. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. എൻ്റെ അമ്മമാർക്കും എൻ്റെ ചേച്ചിമാർക്കും ഒക്കെ പറഞ്ഞു തരാനും. ഇനി എന്താ പറയുക, ഒരു ബൊറീറ്റോ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് അത് കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പിന്നെ ഇതിനകത്ത് രാജ്മ പയർ ചേർന്നുണ്ട്. രാജ്മ പയറിനകത്ത് ഒരു ഇതെന്നാന്ന് വെച്ചാൽ അതിനൊരു ഗ്യാസിൻ്റെ അതായത് നമ്മൾ വൻപയറൊക്കെ എടുക്കുമ്പോൾ ഗ്യാസ് കയറും എന്നൊക്കെ പറയുകയല്ലേ, എന്ന് പറഞ്ഞാൽ ഇതിനും അതിന് കുറച്ചൊരിതുണ്ട്. പക്ഷെ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. കൂടുതൽ വർത്താനം ഒന്നും പറയാതെ ഇതിന് കുറച്ച് പണിയുള്ളത് കൊണ്ടും പണിയില്ലാത്തത് കൊണ്ടും ഇൻഗ്രീഡിയൻസ് എന്നാന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മെക്സിക്കൻ സീസണിങ് ഉള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വേണ്ടിയത് ഇത് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ജീരകപ്പൊടിയാണേ. പിന്നെ ഉള്ളത് കുറച്ച് മല്ലിപ്പൊടി. പിന്നെ എന്നാ വേണ്ടിയെന്നറിയാവോ? ഒന്ന് ഒറീഗാനോയാ. അത് പേടിക്കണ്ട, മിക്ക വീടുകളിലും ഇപ്പം പിസ്സയും എല്ലാം മേടിക്കുന്നതുകൊണ്ട് അതിനകത്ത് ആ സീസണിങ് കിട്ടും, അതും എടുത്തു വെച്ചാൽ മതി. ഇത് നമ്മൾ മേടിച്ച് വെച്ചേ പറ്റത്തുള്ളൂ. ഇത് ഒണിയൻ പൗഡറാണ്, ഉള്ളിയുടെ പൊടിയാ, അത്രേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ എബ്രോഡുള്ള ആൾക്കാരൊക്കെ ഒത്തിരി ഇതിങ്ങനെ മേടിക്കുന്ന, അതുകൊണ്ടാണ് നമ്മളാന്ന് ഉള്ളിയൊക്കെ വെട്ടിയരിഞ്ഞൊക്കെ ചെയ്യുന്നത്. ഇത് കുറച്ച് വെളുത്തുള്ളിയുടെ പൊടിയാ. ഇനി ഒരു കാര്യം ഞാൻ എൻ്റെ അമ്മമാരോടും ചേച്ചിമാരോടും പറയാം, ഈ വെളുത്തുള്ളിയുടെ പൊടിയും പിന്നെ ഇഞ്ചിയുടെ പൊടിയും ഇതേപോലെ മേടിക്കാൻ കിട്ടും. അത് സൂക്ഷിക്കുവാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ചീത്തയൊന്നും ആവത്തില്ല. അത് സൂക്ഷിക്കുവാണെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പ്രശ്നം വരുമ്പോഴും, അല്ല ഇഞ്ചി വെളുത്തുള്ളിയുടെ അതായത് നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ അങ്ങനെയൊന്നും പൊടി തിന്നാനും വേണ്ടിയിട്ടുള്ള ആ ഒരു കൂട്ടിനല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ചിക്കൻ കറി, ഒരു പെരട്ട്, ഇഞ്ചി വെളുത്തുള്ളിയുടെ അരച്ച് ചേർക്കുന്ന ഏത് സാധനത്തിനാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം. ഞാൻ ആദ്യം വിചാരിച്ചു പറ്റത്തില്ലായിരിക്കുന്നു, പക്ഷെ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല, നല്ലതാ. ഇത്രയും സാധനമാ, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസാണ് നമുക്ക് മെക്സിക്കൻ സീസണിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് അതിനകത്ത് വരുന്ന ഓരോ കറികളുടെ കറിയാണ്. ഫസ്റ്റ് ഞാൻ വെക്കാൻ പോകുന്നത് രാജ്മ പയറിൻ്റെ ഒരു കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടിയത് ഇത് കുറച്ച് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് പട്ടയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത രാജ്മ പയറാണ്. പട്ട എന്ന് പറയുമ്പോൾ പട്ടയുടെ ഇലയല്ല, തനി പട്ട. അത് കഴിഞ്ഞിട്ട് വേണ്ടിയത് കുറച്ച് സവാളയാ. ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. ഒരു മുഴുത്ത സവാള കൂട്ടിക്കോ. രാജ്മ പയറിന് കുറച്ച് എന്താ പറയുക ഗ്യാസ് ഉള്ളത് കൊണ്ടും വെളുത്തുള്ളി ഇത്രയല്ല, ഒരു ഇച്ചിരിയും കൂടെ കൂടുതലിടാം. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളകാണ്, എരിവുള്ളതോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് തക്കാളി, കുറച്ച് തക്കാളിയൊന്നുമില്ല, ഒരു മുഴുത്ത തക്കാളി ഒരു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. പിന്നെ അടുത്ത ലെയർ, അതായത് നമുക്കൊരു ബാസ്മതി റൈസാണ് വേണ്ടേ. അത് ബാസ്മതി റൈസിനെ നമുക്കൊരു ലെമൺ റൈസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് ബട്ടർ ഏറ്റവും നല്ലതാ ഉപയോഗിക്കാൻ. പിന്നെ ഇത് കുറച്ച് ബാസ്മതി അരി വേവിച്ച് വെച്ചേക്കുക. ഇതിനകത്ത് വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല, തനി ഉപ്പ് ഇട്ടിട്ട് വെറുതെ വേവിച്ചതേ ഉള്ളൂ. അതിനെ ഞാൻ ലെമൺ റൈസ് ആക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് നാരങ്ങാനീരും, ഇത്രയും സാധനമാണ് അടുത്ത ആ ചോറിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ ബൊറീറ്റോ സോസ് ഉണ്ടാക്കാനാണ്. ഈ സോസിനകത്ത് സാധാരണ മയോണൈസ് ഇടാം,
ഇതൊക്കെ ഒത്തിരി ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു, കുറച്ച് തൈര്, പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ സോസ്, ഇച്ചിരി ചില്ലി സോസ്, കുറച്ച് വെളുത്തുള്ളി അതിനും വേണം. അതേപോലെ തന്നെ കുറച്ച് നമുക്ക് നാരങ്ങാ നീരും കൂടെ ഈ സോസിനകത്ത് ചേർക്കണം. ഇതെല്ലാം പോയിട്ട് നമുക്ക് പനീർ, അതായത് നമ്മൾ ചിക്കൻ വേർഷൻ ആണെങ്കിൽ ചിക്കൻ, അതല്ല പനീറിന്റെ ആണെങ്കിൽ അങ്ങനെ. അതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വേണ്ട, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 2 റാപ്പാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് എടുത്ത് വെച്ചാൽ മതി. ഇതിന്റെ കൂടെ കുറച്ച് വെജീസ് പോണമല്ലോ, അതുകൊണ്ട് സ്ഥിരം ഞാൻ എടുക്കുന്ന എളുപ്പവും കാണാൻ ഭംഗിയുള്ള 2 സാധനം, ദാറ്റ് ഇസ് ഉള്ളി, ക്യാപ്സിക്കം. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ക്യാരറ്റോ ബീട്രൂട്ടോ കോളിഫ്ലവറോ ബ്രോക്കോളിയോ എന്ത് വേണേലും ചേർക്കാം. പിന്നെ ഉള്ളത് കുറച്ച് ചീസാ. ഇതെന്നത്തിനാന്നറിയാം, ഇതിലൊന്നും ചേർക്കാനല്ല, കുറച്ച് സ്വാദ് കൂട്ടാനായിട്ടും നമുക്ക് ആ ഒരു ചീസിന്റെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടും നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതൊന്ന് ചുട്ടെടുക്കുകയല്ലേ, നമ്മുടെ ടോട്ടിയിലോ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഗ്രേറ്റ് ചെയ്തിടാനാ. ഇനി അതിനെ ഒരു എന്താ പറയുക സാൻഡ്വിച്ച് രൂപത്തിലാണ് നമ്മൾ അതിനെ ചെയ്തെടുക്കുന്നത്. അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലെറ്റ്യൂസ്, അത് 2 ലീഫേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. അതായത് നമ്മുടെ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതെങ്കിൽ അതിനകത്ത് മുഴുവനായിട്ട് നിൽക്കണം. ഇനിയിപ്പോൾ ലെറ്റ്യൂസ് നമുക്ക് കുറച്ച് കുറവാന്ന് വെച്ചാൽ ഞാനൊരു ഓപ്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ചൊന്ന് അരിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മെക്സിക്കൻ സീസണിങ്ങിൻ്റെ സാധനങ്ങൾ ചെയ്യാൻ പോവാണേ. അതിനെന്നാന്ന് വെച്ചാൽ അത് പൊടിക്കാനെന്ന് പറഞ്ഞാൽ ഒറിഗാനോ മാത്രമേ പൊടിയാനുള്ളൂ, പക്ഷെ എന്നാലും അത് പൊടിച്ചെടുത്തില്ലെങ്കിൽ ഒരു സുഖമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണേ. അത് കഴിഞ്ഞാൽ ജീരകപ്പൊടി 1 ടീസ്പൂൺ, അത് കഴിഞ്ഞാൽ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇനി ഒറിഗാനോ, ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ ഇതെല്ലാം ഓരോ ടീസ്പൂൺ, അല്ല 2 ടീസ്പൂൺ വീതം, സോറി. ഓക്കെ, ഇതിനെ നമ്മൾ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു മിക്സ്ചറാ നമ്മൾ എല്ലാ സാധനത്തിനകത്തും ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് മസാല എപ്പോഴും നമ്മുടെ അടുക്ക തന്നെ വേണം. എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതിനകത്തും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മെക്സിക്കൻ സീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. അപ്പം ഞാൻ നെക്സ്റ്റ് രാജ്മയുടെ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ഏറ്റവും എളുപ്പമാണ്. ഇതിന് ബട്ടർ ഉപയോഗിക്കേണ്ടവർക്ക് ബട്ടർ ഉപയോഗിക്കാം, അതല്ല സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കേണ്ടവർക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പോവാം. അപ്പൊ ഫസ്റ്റ് എണ്ണ ചൂടായി. ഇതിനകത്തോട്ട് ഞാൻ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഉള്ളിയും വെളുത്തുള്ളി രണ്ടും ഒരുപോലെ മൂക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാജ്മ പയറാ, അന്നേരം ഇച്ചിരി ഗ്യാസിന്റെ പ്രോബ്ലം അത് ഉണ്ടാക്കും, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ആക്ച്വലി ഇത് എബ്രോഡ് ഡിഷ് ആണ്. അത് ചിലപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ മതി. ഈ ഉള്ളി ഒന്ന് ഇച്ചിരി നല്ലതായിട്ടൊന്ന് ബ്രൗൺ ആവണേ. ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇതിനകത്ത് ഇടുക. രാജ്മ പയർ പക്ഷെ ഉപ്പ് ഇട്ടാച്ചാ വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കാം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. ഇനി ഈ പച്ചമുളകിന്റെ അളവ് പറയുവാന്നേല് എരിവ് നമ്മുടെ കണക്കാണ്. നിങ്ങൾക്ക് ഒത്തിരി വേണമെങ്കിൽ ഒത്തിരി ഇടാം. ഇതിപ്പോ അത്രയും വലിയ എരിവുള്ള പച്ചമുളകൊന്നും അല്ല. ഇനി മാത്രമല്ല ഇതിനകത്ത് വേറെ എരിവൊന്നും ഇല്ല. അതുകൊണ്ട് പക്ഷെ കൂട്ടിയിടാന്ന് ചോദിച്ചാൽ വേണ്ട കേട്ടോ. മെക്സിക്കൻ സീസണിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇട്ടേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 4 എണ്ണം അരിഞ്ഞതിൽ നേർ പകുതി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എനിക്ക് തന്നെ തോന്നുന്നില്ല ഇതൊരു ഭയങ്കര സ്പൈസി ആണ്. ബേസിക്കലി നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റിനും സ്പൈസ് അധികം വേണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ പിന്നെ നമ്മൾ എന്നാത്തിനാ വെറുതെ കൂട്ടുന്നത്. പക്ഷെ ഇത്രയും ദിവസം നമ്മുടെ അടുത്ത് വന്ന ഗസ്റ്റ് എല്ലാം ഉണ്ടല്ലോ സ്പൈസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ സ്പൈസ് കുറച്ചായിരിക്കും ഉപയോഗിക്കുന്നത് വിചാരിച്ചിട്ട് ഇച്ചിരി കുറച്ചാ ഉണ്ടാക്കിയത്. പക്ഷെ
എൻ്റെ ഒരു ബേസ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു കറിയുടെ രുചി എന്ന് പറയുന്നത് എല്ലാം അതിന്റെ എല്ലാ ഫ്ലേവറും നമ്മുടെ നാവിൽ ചെല്ലണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എരിവ് കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് വെള്ളം എല്ലാം കൂടെ കുടിച്ചാൽ ഉള്ള കറിയുടെ സ്വാദേ പോവും. അപ്പൊ അതെനിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മീഡിയം സൈസ് മീഡിയമായിട്ട് അതിന്റെ എരിവ് ചേർക്കുന്നത്. അപ്പൊ ഉള്ളി ഒരു ഇച്ചിരി വാടി. ഇനി എന്നാന്ന് ഇതിനകത്തോട്ട് ഞാൻ ആ തക്കാളി ഇടാൻ പോവാ. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ ഒരു 3-4 പേരുണ്ടെങ്കിൽ ഇത്രയും തക്കാളി, ഒരു തക്കാളിയൊക്കെ ധാരാളം മതിയാവും. കാര്യം ഇതൊരു ബൗളോ അല്ലെങ്കിൽ ഒരു റാപ്പോ ആണ്, ഒരു ഹെവിയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി ഒന്നും ഇത് കഴിക്കാൻ ഒക്കത്തില്ല. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വാടി ആ തക്കാളി ഒന്ന് ഉടഞ്ഞു ചേരണേ. അതാ അതിന്റെ പരുവം. ഞാൻ ഇപ്രാവശ്യം മേടിച്ചേക്കുന്ന പച്ചമുളകിനാണെങ്കിൽ വലിയ എരിവില്ല. എനിക്കൊരു ഇച്ചിരിയും കൂടെ ബാക്കി ഇരുന്നിട്ട് അങ്ങ് സഹിക്കുന്നില്ല. അന്നേരം ഞാൻ വിചാരിച്ചു ഇതങ്ങ് ഇടാം, അല്ലെങ്കിൽ ഒട്ടും എരിവ് കാണത്തില്ല. ഈ രാജ്മ പയറൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വെറും വൻപയർ തിന്നുന്ന കൂട്ടിരിക്കുവേ. പക്ഷെ അന്നാ അങ്ങനെ അല്ല താനും. അങ്ങനത്തെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് മാത്രം ഫീൽ ചെയ്താണെങ്കിൽ പിന്നെ അത് വലിയ ഇതായിപ്പോത്തില്ലേ. അതുകൊണ്ട് അങ്ങനെയല്ല. വേണ്ട തക്കാളിയൊക്കെ നല്ലതായിട്ട് ഉടഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ രാജ്മ പയർ ചേർക്കുക. ഇതിനകത്തോട്ട് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല അല്ലെ. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഈ രാജ്മ പയർ, തക്കാളി ഇത്രേ ചേർത്തുള്ളൂ. മറ്റേ സാധാരണ ഗതിയിൽ നമ്മൾ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം വാരി ചേർക്കും. ഇത് ഏത് നമ്മൾ ചേർത്താലും മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഈ മെക്സിക്കൻ സീസണിങ് ആണ്. അതാണ് നമ്മൾ ഇനി ചേർക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ പയർ തന്നെ വേവിച്ചേക്കുക, ഇതെല്ലാം തനിയെ ഇട്ടേക്കുക. ഇതിനകത്ത് ഫ്ലേവറിങ് ഏജൻസ് ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള എരിവ് എത്രയാ, ഇതിന്റെ ഒരു അളവറിയാവല്ലോ നമുക്ക് വീടുകൾക്ക് വേണ്ടിയേ, അതനുസരിച്ചുള്ളത് എന്നാ പയറിനകത്തെല്ലാം പിടിക്കുകയും വേണം. അങ്ങനത്തെ അളവിനനുസരിച്ച് ഈ സീസണിങ് അതിലോട്ട് ഇടുക. ഓക്കെ, രാജ്മ പയർ വേവിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ആ വെള്ളം കുറച്ച് ബാക്കി വരുവേലേ. ഞാൻ എന്നാ ചെയ്താന്ന് വെച്ചാൽ അത് മുഴുവൻ വറ്റിച്ചെടുത്തു. എന്തൊരു പൊട്ടത്തര കാണിച്ചേ. ഇനിയിപ്പോ വേണ്ടേ ഈ ചേർത്തിരിക്കുന്ന എല്ലാം ഈ പയറയിലും എല്ലാം ഒന്ന് പിടിച്ച് അതൊന്ന് കറിയായി വരാൻ വേറെ വെള്ളം ചേർക്കണം. ഉപ്പ് ഉള്ളി വയറ്റിയപ്പോൾ ഇട്ടായിരുന്നു, അത് മതി. പിന്നെ നോക്കി വെച്ച് നമുക്ക് ഇടാം. കാര്യം എന്താന്ന് വെച്ചാൽ ബട്ടറിനകത്ത് ഉപ്പുണ്ട്, അപ്പം നമ്മൾ റൈസിൽ ചേർക്കും. ഇതെല്ലാം ഇനി ഒറ്റ ബൗളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒറ്റ റാപ്പിലേക്ക് പോകുന്ന സാധനം. അപ്പം ഉപ്പൊക്കെ ചേർക്കുമ്പോഴത്തേന് എപ്പോഴും ശ്രദ്ധിച്ചു വേണം ചേർക്കാനായിട്ട്. ഇതിനകത്ത് ഞാൻ ചേർക്കേണ്ട കംപ്ലീറ്റ് സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ രാജ്മ പയറിനെ ഞാൻ വേവിച്ചെടുത്തതാ, കുക്കറിലിട്ട് വേവിച്ചെടുത്തതാ. പക്ഷെ എന്നാലും നമ്മൾ ചേർത്ത മസാല എല്ലാം ഒന്ന് അത് പിടിച്ച് പെരണ്ട് വരണം. അതിനായിട്ട് ഒരു ഇച്ചിരി സമയം കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനുള്ള സമയവും നമ്മുടെ ഇല്ല. അപ്പൊ എന്നാ ചെയ്യുന്നത്, ചെറിയ ഫ്ലെയിം കത്തിച്ചേച്ച് ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ സ്ലോ ഫ്ലെയിമേൽ ഇട്ടിട്ട് നമ്മുടെ റൈസ് ചെയ്യാൻ പോവാണേ. റൈസ് ആവുന്നിടം വരെ ഈ ലിഡ് ഇവിടെ ഇരുന്നോട്ടെ. അപ്പൊ നെക്സ്റ്റ് റൈസിന് വേണ്ടി നമ്മൾ ഇടാൻ പോകുന്നു. അപ്പൊ സെക്കൻഡ് സെക്ഷൻ തീർന്നു. ഇത് ഞാനിങ്ങനെ സെക്ഷൻ ബൈ പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് നാളെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമ്മൾ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് ചെയ്ത് കഴിഞ്ഞാലില്ലേ തെറ്റുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേച്ച്. നമ്മൾ ചെയ്യാൻ പോകുന്ന ബട്ടർ റൈസ് ആണ്, അല്ലാതെ വെറും റൈസ് അല്ല. ഞാൻ ഇടുന്ന ബട്ടർ കണ്ടേച്ചാണോ കുറ്റം പറയരുത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ബട്ടർ റൈസ് ആണ്. ഇതിന് വേറെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ബട്ടർ ഇടുക, മല്ലിയില ഇടുക, നാരങ്ങാനീര് ഒഴിക്കുക, ഉപ്പ് ഒഴിക്കുക. ചിലർ അണ്ടിപ്പരിപ്പൊക്കെ ഇടാറുണ്ട്, അത് നമ്മുടെ ഇഷ്ടം. പിസ്തായോ അണ്ടിപ്പരിപ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ റൈസ് അങ്ങ് ചേർക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് പ്ലെയിൻ റൈസ് വയ്ക്കാം, പക്ഷെ എന്നാലും ഒരു ഫ്ലേവേർഡ് റൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതല്ലേ. ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടാണ് ഇച്ചിരി വേവിച്ച്, അതിൻ്റെ കൂടെ ബട്ടറിന്റെ ഉപ്പും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പ് ഇതിനകത്ത് ചേർക്കുകയില്ല. കുറച്ച് മല്ലിയില, ലെമൺ റൈസ് ആയതുകൊണ്ട് ഒത്തിരി പുളിപ്പും വേണ്ട. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കായിരുന്നു, അരമുറി. ഇതിപ്പോൾ ഞാൻ പിഴിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ചൊഴിക്കുവാണേ.
ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ആ ബട്ടറും മല്ലിയിലയും നാരങ്ങയുടെ എല്ലാം ഒന്ന് ആ ചോറിൽ പിടിച്ചു കഴിഞ്ഞാൽ റൈസ് റെഡിയാവും. ഇപ്പുറത്ത് ഒരാളെ നമ്മൾ വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ഇച്ചിരി കൂടെ ഒന്ന് വറ്റിക്കോട്ടെ. ഇത്രയേ ഉള്ളൂ റൈസിന്റെ പരിപാടി. അപ്പൊ ഞാൻ ഈ റൈസിന്റെ ഇത് മാറ്റി വെച്ചാൽ അടുത്ത വെജിറ്റബിൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ. വെജിറ്റബിൾ ആണെങ്കിൽ അങ്ങനെ, അതല്ല ചിക്കൻ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇതൊന്നും ഞാൻ മാറ്റി വെക്കട്ടെ. ഇത്രയേ ഉള്ളൂ റൈസിന്റെ പരിപാടി. ഇതിനകത്തോട്ട് തന്നെ ഞാൻ എൻ്റെ വെജിറ്റബിൾസും പനീറും, ഫസ്റ്റ് പനീർ ഒന്നിടാം. ഇത്രയും പനീർ വേണ്ട, നമുക്ക് കുറച്ച് മതി. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക. ഒരുപാട് മൂക്കുന്നതും മൂക്കാത്തതും ഒക്കെ നമ്മുടെ ഇഷ്ടമാ. നമ്മുടെ വെള്ളമെല്ലാം നല്ല പറ്റി. ഇനി ഇത് ഇവിടെ അരച്ചിടാം. ഓഫ് ചെയ്യുക. ഇതിനിപ്പോ ഏകദേശമായി. ചെറുതായിട്ട് പനീർ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, നമ്മുടെ വെജിറ്റബിൾസ് ഇടുക. ഈ പനീറിനും വെജിറ്റബിൾസിനും ഒരു സീസണിങ്ങും ചെയ്തിട്ടില്ല, ഉപ്പോ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു ഇച്ചിരി ഉപ്പ്. ഓക്കെ, ഇതൊരു ചെറിയ തീയിലിരുന്ന് ആ പനീറിനകത്ത് ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ. അപ്പത്തേക്ക് നമുക്ക് മെക്സിക്കൻ സോസ് ഉണ്ടാക്കണം. അതായത് ഇത് ഡ്രൈ ആയിട്ട് നമുക്ക് തിന്നാൻ ഒക്കത്തില്ല. അന്നേരം കുറച്ചൊരു സോസി ആയിട്ടിരുന്നാലല്ലേ തിന്നാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുള്ള സോസ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ബൗൾ എടുക്കട്ടെ. ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കട്ടി തൈരാ ഞാൻ പറഞ്ഞത്. പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ചൊരു ലൂസാണ്, കട്ടിയല്ല, കുറച്ച് ലൂസായിട്ടുള്ള തൈരാ. ഇതൊരു 4-5 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോസ്, ടൊമാറ്റോ കെച്ചപ്പ് ഒരു 2 ടീസ്പൂൺ, റെഡ് ചില്ലി സോസും വേണം. ഓക്കെ, ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് നാരങ്ങാനീര്. ഇതിനകത്ത് നമ്മുടെ മെക്സിക്കൻ സീസണിങ്ങും കൂടെ കുറച്ചിടണം. ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാം ഞാനിപ്പം അതിനകത്ത് റാപ്പ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സാധനവും ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ സാലഡ്. അതെന്താന്ന് പറഞ്ഞുതരാം. ആക്ച്വലി ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു സാലഡിന്റെ കാര്യം പറഞ്ഞില്ലേ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അതായത് നമ്മുടെ സാധാ സവാള, ടൊമാറ്റോ ഇതെല്ലാം കൂടെ അരിഞ്ഞ് നാരങ്ങ നീര് ഉപ്പിട്ട് വെച്ചേക്കുന്ന വെറും സാലഡാണ്. മല്ലിയില ധാരാളം ഇടണം. ഇത് മാത്രമേ ഉള്ളൂ. ഇതും കൂടെ ചേർത്താണ് റാപ്പ് ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബൗളിലേക്ക് പ്രസന്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെയ്യുമ്പോൾ അവക്കാഡോ വെക്കാം, ലെറ്റ്യൂസ് വെക്കാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുക്കള വൃത്തിയാക്കിയിട്ട് ചപ്പാത്തിയും ഉണ്ടാക്കി റാപ്പ് ചെയ്തിട്ട് അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതെന്ന് കാണാം. അതിന് കുറച്ച് പരിപാടിയുണ്ട്. കാര്യം വെച്ചാൽ മടക്കുന്നൊക്കെ കറക്റ്റായിട്ട് മടക്കി എടുക്കണം. എളുപ്പമാണ്. കുറച്ച് വലിയ ചപ്പാത്തി ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഈ മീറ്റ് റോൾ, ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ചെയ്തെടുത്തേച്ചാൽ മതി. മൈദ പക്ഷെ ചപ്പാത്തി ചുട്ടെടുക്കണം. അല്ലാതെ പച്ച മാവിൽ നമ്മൾ റാപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഇത്രയും സ്പെഷ്യൽ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പനീർ ചെയ്യും. ഇന്ന് പനീർ ചെയ്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, പനീർ ചെയ്തു. പക്ഷെ എന്നാലും കറിയെക്കാട്ടിലും ഒരു വ്യത്യാസം. മാത്രമല്ല ഇന്ന് വരുന്ന ഗസ്റ്റിന് സ്പൈസി ആയിട്ടൊന്നും വേണ്ടാന്നും പറഞ്ഞ്. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ആർക്ക് എത്ര സ്പൈസി വേണ്ടാന്നുള്ളത് നീത പിള്ളയാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി സ്പൈസി വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് കൊടുക്കണം എന്നുണ്ട്. വെറുതെ ഒരു ഡിഷും അങ്ങനെ കൊടുക്കാതെ ഒരു വെറൈറ്റി അല്ലേ. ഹൈ ഹൈ Hi, ചേച്ചി. How are you? I'm great, thank you. How are you? I'm fine, thank you. എന്താ ഷോയിൽ വന്നിട്ട് ഒരു ഹാർട്ടി വെൽക്കം പോലും പറയാതെ ഭയങ്കര ഫോർമലിട്ട് ഹൗ യു ഒന്നുമല്ല, ഹാർട്ടി വെൽക്കം കേട്ടോ. Thank you very much. ഇരിക്കും മോളെ, ഇരിക്കും. അതെ, ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. എന്നാന്നോ,
ടെൻഷൻ ഉണ്ടോ ഞാൻ എന്നാ പറയാൻ പോകുന്നത്? ഇങ്ങനെ ഭയങ്കര anxious. ചെറുതായിട്ട്. അയ്യോ, ചേച്ചി എന്താ പറയാൻ പോകുന്നേ എന്നല്ലേ? എന്നാന്ന് പറയട്ടെ, ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. എന്നത്തിനാ? ഭയങ്കര സുന്ദരിയാന്ന് പറയാൻ വേണ്ടിട്ടാ. ഓ താങ്ക് യു. ചേച്ചിയും അത് നീ പറഞ്ഞ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്. പോവാൻ നേരത്ത് പറയാൻ. നീത ഭയങ്കര ഡോൾ ലുക്ക്. ടച്ച് ഇനി ഞാൻ പറഞ്ഞു കണ്ണ് തട്ടിയെന്ന് ഒഴിഞ്ഞു വെച്ചേക്കാം അല്ലേ? എനിക്ക് സത്യം പറഞ്ഞ നീതനെ പൂമരം ഫിലിമിൽ കാണുമ്പോ എനിക്കൊരു ചേച്ചിയുണ്ട്, ഷൈനു ചേച്ചി എന്ന് പറയും. അപ്പൊ ആ ചേച്ചി കോളേജിൽ എങ്ങനെയായിരുന്നോ നീത നടക്കുന്നതും അതും ഒക്കെ അല്ലേ, എന്റെ ചേച്ചിനെ ഭയങ്കരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ഞാൻ അത് ഷൈനു ചേച്ചി നടക്കുന്ന പോലെ തന്നെയാണല്ലോ. ഫസ്റ്റ് ഫിലിം അല്ലേ? എങ്ങനെയാ ഓഫർ വരുന്നേ? ഓഡിഷൻ. ഭയങ്കര ഇഷ്ടമായിരുന്നു ഫിലിമിലൊക്കെ അഭിനയിക്കാൻ? അത് ഇല്ല ചേച്ചി, എനിക്ക് മൂവി ആയിട്ട് അങ്ങനെ ഒരു ഞാൻ അസ്പയർ ചെയ്തു വന്ന അങ്ങനെയല്ല. മൂവീസ് ഞാൻ കാണാൻ തുടങ്ങിയത് പഠിക്കുമ്പോഴാ. പഠിക്കുമ്പോ പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ പഠിക്കാൻ പോയപ്പോ, മീനിങ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയപ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഐ വാസ് അലോൺ. അപ്പൊ ഞാൻ സമയമുള്ളപ്പോഴൊക്കെ സിനിമ കാണാൻ തുടങ്ങി. അപ്പൊ നമ്മൾ കൂടുതൽ ചിന്തിക്കുമല്ലോ, സമയമുണ്ടല്ലോ നമുക്ക് വേറെ. അപ്പൊ ഞാൻ വെച്ചാൽ ഓ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ രസമല്ലേ അങ്ങനെ വിചാരിച്ചു. കോയിൻസിഡന്റ്ലി ആ സമയത്ത് ഒരു ഓഡിഷൻ ഇങ്ങനെ കണ്ടു, കാസ്റ്റിംഗ് കോള് കണ്ടു, ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ടാണോ ചോദിച്ചിട്ടാണോ പോയത്? എന്റെ സ്വന്തം ഇഷ്ടമുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇഷ്ടമില്ലാണ്ട് പോയതല്ല. ഐ റിയലി വാണ്ടഡ് ടു ഗിവ് ഇറ്റ് എ ട്രൈ. അതിന്റെ കൂടെ അമ്മയുടെ സിസ്റ്റർ, എന്റെ വല്യമ്മ കുക്കുമ എന്നാ ഞാൻ വിളിക്കുന്നത്, കുക്കുമ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഷീ പുഷ്ഡ് മീ ടു ഗോ ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഡിഷൻ. അതെ, ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. എല്ലാവർക്കും ആക്ടിംഗ് ആയിട്ട് ഒരു എന്തെങ്കിലും രീതിയിൽ കണക്ഷനും ഉണ്ടായിരുന്നു. നീച്ചയ്ക്കാണെങ്കിൽ ഒരു ബന്ധവും ആക്ടിംഗ് ആയിട്ട് ഒരു ബന്ധമില്ല. പാട്ട് പിന്നെ ഡാൻസ് അതൊക്കെ ഓക്കെ, മോഡലിംഗ് ഓക്കെ, പക്ഷെ ആക്ടിങ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പാട്ട് ഈ മീൻ നീച്ചയ്ക്ക് കുഞ്ഞുനാള് മുതലേ പഠിച്ചതാണോ? പഠിച്ചതാ. ഞാനൊരു 10th വരെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. എല്ലാം ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി യു സ്റ്റോപ്ഡ്? പ്രാക്ടീസ് ചെയ്യാറില്ല. അയ്യോ ദാറ്റ് ഈസ് ഹൊറിബിൾ. കാരണം എന്നറിയോ, നമുക്കൊരു ബ്ലെസ്ഡ് അല്ലടാ ഒരു വോയിസ് ഒക്കെ കിട്ടാന്ന് പറയുന്നത്. മാത്രമല്ല ഒന്ന് പാടാൻ പറ്റുക എന്നൊക്കെ പറയാന്ന് പറയുന്നത് സംതിങ് ബ്ലെസ്ഡ്. അതെന്നതിനാ കളയുന്നേ? അല്ല കളഞ്ഞില്ല, പക്ഷെ അങ്ങനെ ഓർത്ത് പ്രാക്ടീസ് ചെയ്യാറില്ല. ഒന്ന് പാടണമെന്ന് വിചാരിച്ചാൽ ഒരു മൂളിപ്പാട്ട് പോലും വരികയല്ല. പക്ഷെ പാട്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും. അപ്പൊ വെക്കുമ്പോ കൂടെ ഇപ്പൊ എന്തെങ്കിലും പാട്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ പാടും. പക്ഷെ അതായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ടൈം അലോട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാറില്ല. അപ്പൊ അത് നിർത്തിയത് കൊണ്ടും പക്ഷെ സാഹചര്യം കൊണ്ടാണ് നിർത്തിയത്. ഐ ട്രൂലി അഡ്മിറ്റ് ദാറ്റ്. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ഒരു വിഷമം മാറാനില്ലേ, നീത്തൊരു പാട്ട് പാടി ചേച്ചി. ഞാൻ ഭയങ്കര പാട്ടുകാരൊന്നല്ല, പക്ഷെ എനിക്ക് ഒരു അത്യാവശ്യം ഒരു 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ച അതാണ്. അത് ഞാൻ എവിടെയും പറയാറില്ല. അപ്പൊ ആൾക്കാർ ഓ ഇത്രയും പഠിച്ചതാ ഭയങ്കര എക്സ്പെക്ടേഷൻ. അങ്ങനെയല്ല. അല്ല ഞാൻ ഒരു കാര്യം പറയാം. നീത്ത പറയുന്നത് എന്നാന്നോ, ഞാൻ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ 10 വർഷം പഠിച്ചിട്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷെ എന്നാലും ശ്രുതി തെറ്റാതെ പാടാന്ന്. ഇതാണല്ലോ പാട്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വാട്ട് ഈസ് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ പൂമരം? അതായത് നമുക്ക് അഭിനയം ഒന്നും അറിയത്തില്ല, നമ്മളൊരു ഓഡീഷൻ ചെയ്തു, യു ഓൺലി റിയാക്ടഡ് വാട്ട് ദേ സെഡ്, അത്രേ ഉള്ളൂ. അപ്പം ഈ സെറ്റ് കാളിദാസൻ അപ്പൊ ഇതെല്ലാം ന്യൂ ടു യു അല്ലെ? അപ്പൊ എങ്ങനെ, ഹൗ യു റെസ്പോണ്ടഡ് ടു ദിസ്? സെറ്റിലേക്ക് വരുമ്പോഴും ആങ്സൈറ്റി ഉണ്ടായിരുന്നു, ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാ സംഭവം ഒന്നും അറിയില്ല. എനിക്കൊരു ക്യാമറ ഫേവർ ചെയ്യാൻ പോലും പ്രോപ്പർലി അറിയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ സ്ട്രഗിൾ ആയിരുന്നു ആദ്യം. സോ എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ പഠിക്കുമായിരുന്നു. ആൻഡ് പൂമരം ഒരു ആക്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ബിക്കോസ് എല്ലാം ഇങ്ങനെ കോളേജ് സിറ്റുവേഷൻസ് ആയിരുന്നു, സിനാരിയോസ് ആയിരുന്നു. പിന്നെ കൂടെ ഉള്ളവരും അതുപോലെ തന്നെ ആയിരുന്നു. മോസ്റ്റ് ഓഫ് ദം ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു മൂവിയിൽ അപ്പോ വന്നവരായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും ജസ്റ്റ് പേടിക്കാനില്ല, എല്ലാരും പേടിച്ചിരിക്കുന്നോണ്ട് നിനക്കറിയില്ലല്ലോ. അതെ, ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക, അതായിരുന്നു കൂടുതലും ചെയ്തത്. അപ്പൊ എനിക്ക് അതിനകത്ത് ഞാൻ അഭിനയിച്ചതായിട്ട് ഫീല് ചെയ്തിട്ടില്ല. പിന്നെയാണ് നാച്ചുറൽ. ശരിക്കും അത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ എന്റെ ഫിലിംസ് ചെയ്യുമ്പോഴും ആ മഴയത്തുമ്പ് ചെയ്യുമ്പോ ഞാനും കോളേജ് അപ്പൊ നമ്മള് കോളേജ് ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്തോണ്ട് നമുക്ക് അഭിനയിക്കാൻ തോന്നില്ല. നമ്മൾ എന്നതാണോ അത് നമ്മൾ ആ സിറ്റുവേഷൻ അതുപോലെ തന്നെയായിരുന്നു. പൂമരം കോളേജിൽ എന്തായിരുന്നു അതൊക്കെ തന്നെ വീണ്ടും നമ്മൾ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു അഭിനയം ഫീൽ ചെയ്തില്ല. ഓക്കെ, അപ്പൊ സെക്കൻഡ് മൂവി വന്നപ്പോഴത്തേക്ക് ഒരു നല്ലൊരു സ്ട്രഗിളും കുറച്ച് മാർഷൽ ആർട്സ് പഠിക്കേണ്ടി വന്നു അല്ലെ? അത് ഇപ്പം
മോള് ചെയ്തത്, നീത ചെയ്തത് ഞങ്ങളിപ്പോ കമ്പയർ ചെയ്യുവാണെങ്കിൽ പഴയ വിജയശാന്തി മാം അല്ലേ, അതേ പുള്ളിക്കാരത്തെ ചെയ്യുന്നതാണ് ഞങ്ങളൊക്കെ കുറെ കൂടെ ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നത് സംതിങ് ക്യൂറിയസ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഐ സോ യുവർ ഫൈറ്റ്, സോ ക്വൈറ്റ് ഗുഡ് അല്ലേ, യു പെർഫോംഡ് നന്നായിട്ട് ചെയ്തു. അത് മാത്രമല്ല കാല് പൊക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിൾ എന്തായിരുന്നു? ബിക്കോസ് യു ആർ നോട്ട് യൂസ് ടു ദാറ്റ്. പഠിച്ചിട്ടില്ല, ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിനോടുള്ള ഇത് എങ്ങനെയായിരുന്നു? അത് ആയിരുന്നു പ്രോപ്പർ സ്ട്രഗിൾ. അതൊരു 1.5 years ഞാൻ ട്രെയിൻ ചെയ്തു. 1.5 years? 1.5 years ട്രെയിൻ ചെയ്തു, വിച്ച് ഐ ഡോണ്ട് ഈവൻ നോ അത്രയും ട്രെയിൻ ചെയ്യണമായിരുന്നു. പക്ഷെ 1.5 years ട്രെയിൻ ചെയ്തു. റിക്വയർമെന്റ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നതെല്ലാം ശരിക്കും മാർഷൽ ആർട്സിന്റെ മാസ്റ്റേഴ്സിന്റെ കൂടെയാണ്. അപ്പോൾ അവരുടെ ഒപ്പം നിൽക്കണം എന്നായിരുന്നു റിക്വയർമെന്റ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും ചെയ്യണം. അങ്ങനെ ഒരു 1.5 വർഷം ചെയ്തു. എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടം, അങ്ങനെ ഫിസിക്കലി ഔട്ട്ഡോർ സ്പോർട്സ് എസ്പെഷ്യലി. അപ്പോൾ സ്കൂളിൽ കുറച്ച് കരാട്ടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നത്തിങ് ലൈക്ക് ദിസ്. ഇത് ടോട്ടലി ന്യൂ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇതെല്ലാം പഠിക്കാൻ, പക്ഷെ ഇത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊരു ഇതല്ലേ, സ്പോർട്സ് മറ്റേ ഈ പറയുന്ന ഈ മാർഷൽ ആർട്സ് ഒക്കെ കുറച്ചൊരു മാൻലി ടച്ച് വരുമല്ലോ. അപ്പൊ നമ്മൾ കുറച്ചൊരു ടോംബോയ് ആവുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നത്. മാത്രമല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാധനം നമുക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടം അല്ലെ. അതിനോടുള്ള പെയിൻ നമ്മൾ അത്രയും ചിന്തിക്കുന്നില്ല. നമുക്ക് അഥവാ ബോഡി പെയിൻ വന്നാലും ഇല്ല എനിക്ക് ഇഷ്ടമാണ്, സോ ഐ വിൽ ഗെയിൻ ദാറ്റ് എന്നുള്ളൊരു ചിന്ത നമുക്ക് നല്ലോണം ഉണ്ട്. പക്ഷെ ഞാൻ ഐ നെവർ എക്സ്പെക്ട് 1.5 വർഷം എന്നൊക്കെ പറയുന്ന ടു ലോങ്. ഈ ഇഷ്ടത്തോടെ തന്നെയാണ് പോയത്, പക്ഷെ 1.5 വർഷം അങ്ങനെ വെച്ചിട്ടാണോ എടുത്തത്? അല്ല, അങ്ങനെയല്ല. ഫ്യൂ മന്ത്സ് ട്രെയിൻ ചെയ്യണം എന്നറിയായിരുന്നു. അപ്പൊ ബാക്കി വന്ന ഫിലിംസ് ഒക്കെ മാറ്റിയിട്ട് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് തന്നെ ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഈ ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫിലിം ആണല്ലോ പാപ്പൻ ചെയ്തത് ലാസ്റ്റ് റീസെന്റ്. അപ്പൊ ശരിക്കും സുരേഷ് ചേട്ടൻ ഈ ഫൈറ്റിനെ പറ്റിയും, ബിക്കോസ് മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തത് സുരേഷ് ചേട്ടനാണ് തോന്നുന്നു. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുവാണ്. സോ നാച്ചുറലി സുരേഷ് ചേട്ടൻ പെർഫോമൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പം വാട്ട് ഡിഡ് ഹി സേ? I don't remember him saying anything about my fights. കാണിച്ചു കൊടുത്തില്ലേ? ഇല്ല, കാണിച്ചു കൊടുത്തില്ല. പക്ഷെ പോലീസിംഗില് ഹി ഗേവ് മി എ ലോട്ട് ഓഫ് ഇൻപുട്സ്. പിന്നെ അങ്ങനെ അതെല്ലാം ഗൈഡ് ചെയ്തു. പക്ഷെ ഫൈറ്റ് കാണിച്ചു കൊടുത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ടാവാം, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചിട്ടില്ല. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് സുരേഷ് ചേട്ടൻ? ഔട്ട് ഓഫ് ദ വേൾഡ്. അത് സുരേഷ് സാറും ജോഷി സാറും. ജോഷിയേട്ടനോട് വർക്ക് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര പേടിയാന്നൊക്കെ ബേസിക്കലി പറയാറുണ്ട്. അത് ശരിക്കും ഡു യു എക്സ്പീരിയൻസ് എനിത്തിങ്? ഞാനും ഇതെല്ലാം ഇങ്ങനെ കേട്ടിട്ടാണ് പോയത്. പക്ഷെ ആരും റീസൺസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഹീസ് വെരി സീരിയസ്, സ്ട്രിക്റ്റ് ആൻഡ് ദേഷ്യം വരും അങ്ങനെയൊക്കെ എന്നോടും എവിടുന്നൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ വെൻ യു വർക്ക് വിത്ത് ഹിം ഭയങ്കര സോഫ്റ്റ് അല്ലേ? അല്ല, നമ്മളുടെ അടുത്തൊക്കെ ഭയങ്കര നല്ലതാ. വെരി കെയറിംഗ്. ഹി സ്ട്രിക്റ്റ്. അത് റിക്വയർഡ് ആണല്ലോ. അല്ലാണ്ട് വെറുതെ ഒന്നും ദേഷ്യപ്പെടുന്ന അങ്ങനത്തെ ചുമ്മാ പറയുന്നതാ. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് നീതയ്ക്ക് യു ആർ ബ്ലെസ്ഡ് അല്ലേ? വന്ന് ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ മാത്രല്ല ഡയറക്ടേഴ്സ് നോക്കുമ്പോഴൊക്കെ ആസ് എൻ ആർട്ടിസ്റ്റ് ഇറ്റ്സ് എ പ്ലസ് പോയിന്റ്. ഡെഫിനറ്റ്ലി അല്ലേ? നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല. അല്ലെങ്കിലും സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നുണ്ടോ നീത? ആദ്യം വന്ന ഇപ്പൊ പൂമരം ഒന്നും അങ്ങനെ ചൂസ് ചെയ്തൊന്നും വന്നല്ല. പക്ഷെ ഒബ്വിയസ്ലി പാപ്പനും സാറ് വഴി എന്നെ വിളിച്ചതാണ് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന്. പ്രൊഡ്യൂസർ എന്നെ വിളിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ സ്ക്രിപ്റ്റ്സ് വായിച്ചും കേട്ടിട്ടൊക്കെ. അത് സെലക്റ്റീവ് ആണ്. അങ്ങനെ ചൂസ് ചെയ്യോ സെലക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചേച്ചി, ഞാൻ വായിക്കുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്ന്. ചിലപ്പോ ചില ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നും ഇതിപ്പോ ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്നില്ല, പക്ഷെ ആ ക്യാരക്ടർ ഇല്ലെങ്കിലും മൂവി വാസ് സ്റ്റിൽ സ്റ്റാൻഡ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് വായിക്കുമ്പോ ആസ് എൻ ഓഡിയൻസ് എനിക്ക് പോയി കാണാൻ തോന്നുന്നുണ്ടോ അതെങ്കിലും ഞാൻ നോക്കും. ഇത്ര ചെയ്തതിൽ എനിത്തിങ് യു കോൺട്രിബ്യൂട്ടഡ്, സോ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ അല്ല അങ്ങനെ ചെയ്യട്ടെ എന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് തന്നെ പാപ്പനില്ല. ബിക്കോസ് അപ്പഴത്തേക്കും എനിക്ക് കുറച്ച് 2 മൂവി കഴിഞ്ഞിട്ട് കണ്ടോ. ഇത് തന്നെ ഒരു ഫുൾ എക്സാമ്പിൾ ആണ് ജോഷിയേട്ടൻ എന്നാ പാവാന്നറിയാം. അയ്യോ, അങ്ങനെ ഉദ്ദേശമല്ല. പക്ഷെ എനിക്ക് ആ ഒരു
ഫ്രീഡം സാറ് തന്നിട്ടുണ്ട്. സാറിൻ്റെ അടുത്ത് ചില ഡയലോഗ്സ് പറയുമ്പോൾ കുറച്ച് ഈ രീതിയിൽ പറഞ്ഞോട്ടെ എന്നൊക്കെ സാറിനോട് ചോദിക്കും. അപ്പൊ സാറ് ചിലത് പറയും, അങ്ങനെ പറഞ്ഞു നോക്കാൻ പറയും. സാറിന് ഓക്കെ അല്ലെങ്കിൽ സാറ് പറയും. അതുപോലെ തന്നെ ബാക്കി ചെയ്ത ഫിലിംസും എനിക്ക് ചില പെർഫോമൻസ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ട് ചെയ്യാറുണ്ട്. വീട്ടുകാരെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ബിക്കോസ് വീട്ടിൽ നിന്നിട്ട് അല്ലല്ലോ ഈ ഓഡീഷൻ അങ്ങനെയൊക്കെ പോയത്. അല്ല, ഞാൻ വെക്കേഷനിൽ വീട്ടിൽ വന്നപ്പോഴാണ് ഓഡിഷന് പോയെ. അത് പക്ഷെ അവരങ്ങനെ കാര്യം സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. വലുതാവുന്ന ഇല്ല, വിചാരിച്ചില്ല. അതെല്ലാം വിട്ട് ഇവിടെ വരുന്നു അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അച്ഛൻ അത്ര ഹാപ്പി അല്ലായിരുന്നു. ഇത്രയും പഠിച്ചിട്ട് കുറച്ച് ഭയങ്കര കഷ്ടപ്പെട്ട അവിടെ പഠിച്ചതും അതൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നീ എന്താ അത് മാറ്റി വെക്കുന്നതെന്ന് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഇതിനാണോ അങ്ങനെ പറയാം. എല്ലാ അപ്പന്മാരും ചോദിക്കുന്ന കൂട്ട്. അതെ, അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ ഫാമിലിന്ന് വേറെ ആരും ഇല്ല ഈ ഇൻഡസ്ട്രിയില്. അപ്പൊ അതൊക്കെ ഇറ്റ്സ് ടോട്ടലി ന്യൂ ടു ദം. ഇറ്റ് വാസ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ വേണോ അതുണ്ടായിരുന്നു. ബട്ട് ദേ ഡിഡ്ന്റ് സ്റ്റോപ്പ് മീ. എന്നാലും ഐ കുഡ് ഫീൽ അച്ഛന് വലിയ താല്പര്യം ഇല്ലാന്ന്. അമ്മ വാസ് ന്യൂട്രൽ. നിനക്ക് അതാണ് ഹാപ്പിനെസ് എങ്കിൽ നീ ചെയ്യ, അങ്ങനെ പറഞ്ഞു. പിന്നെ എങ്ങനെ അവരെ പ്ലീസ് ചെയ്തു? ഹൗ ഡിഡ് യു പ്ലീസ് ദം? അച്ഛാ പ്ലീസ് ലെറ്റ് മീ ഗോ എന്നൊക്കെ ചോദിച്ചോ? അതോ ഞാൻ അച്ഛൻ പറഞ്ഞു നിന്റെ ഡിസിഷനാ, ഐ ഡോണ്ട് വാണ്ട് യു ടു റിഗ്രറ്റ് ലേറ്റർ ഓൺ. ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്തോ. എന്തെന്ന് വെച്ചാൽ എനിക്ക് പഠിച്ചു കഴിയുമ്പോ അവിടെ വർക്ക് ചെയ്യാൻ 3 years ഉണ്ടായിരുന്നു. അതും കളഞ്ഞു. തിരിച്ചു വന്നാ പിന്നെ എല്ലാം കളഞ്ഞു. അപ്പൊ അതൊക്കെയാണ് അച്ഛന് മാറി. അത് നാച്ചുറൽ അല്ലേ? ഒരു പാരന്റ് ചിന്തിക്കുന്ന ചിന്തിച്ചതാ. ഉള്ളതും കളഞ്ഞിട്ട് ഇങ്ങോട്ട് സംസാരിക്കും. ഇതും ഇല്ല അതും ഇല്ല, ഇതൊക്കെയല്ലേ ഡയലോഗ്. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ ഡിസൈഡ് ചെയ്തോ. പക്ഷെ ഇത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളാരും ട്രൈ ചെയ്യാത്ത ഒരു ഫീൽഡാണ്. ഇതിൽ എന്താ വാട്ട് യു ആർ ഗോയിങ് ടു ഫേസ് ഒന്നും നമുക്ക് നീ ഫേസ് ചെയ്യണം. അത് ശരിക്കും അന്ന് നമ്മൾ അത് എടുക്കുമ്പോ തേങ്ങ വേലിയിലിരിക്കുന്ന തേങ്ങ പോലെയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേ. പക്ഷെ ഇപ്പൊ തേങ്ങ നല്ല രീതിയിൽ വീണപ്പോഴത്തേക്ക് അപ്പനും അമ്മ എന്നാ പറയുന്നത്? ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുവല്ല ഞാൻ. എനിക്ക് കുറച്ച് ബ്രേക്സ് ഉണ്ട് ഇടയ്ക്ക്. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അവർക്ക് തോന്നും ഇത്രയും ടൈം വെറുതെ പോവാണോ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു അവർക്ക് തോന്നുന്നുണ്ടെന്ന്. പക്ഷെ ഐ എം ഫൈൻ. ഓക്കെ. ആരാ ശരിക്കും പറഞ്ഞ സ്ക്രിപ്റ്റ് ഒക്കെ വരുമ്പോ സെലക്ട് ചെയ്യുന്ന യു ഡു ദിസ് അത് യു ടേക്ക് അലോൺ? ഐ ഡു ദാറ്റ് അലോൺ. ആണോ? ഒരാളില്ല. അല്ല, കൂടെ വന്നിട്ട് ഇപ്പം അമ്മ അത് നീ നോക്ക് ഇത് നോക്കെന്ന് പറഞ്ഞ അഭിപ്രായം ആരോടല്ലെങ്കിൽ നമുക്ക് ചോദിക്കണ്ടായോ? അഭിപ്രായം ചോദിക്കുന്നത് അമ്മ, അച്ഛൻ, സിസ്റ്റർ. You are the only one. Oh, you have a sibling. I have a younger sister. അവളാണ് എന്റെ ഗോ ടു പേഴ്സൺ. എന്തുണ്ടെങ്കിലും അവളുടെ അടുത്താണ് ഡിസ്കഷൻ. സാധാരണഗതിയിൽ ചേച്ചിമാരോടാണ് നമ്മൾ ചോദിക്കുന്നേ. ഇതിപ്പോ ചേച്ചി അനിയത്തിയോട് ചോദിച്ചേച്ച അഭിപ്രായം ചോദിച്ചേച്ചാണോ ഡിസിഷൻ? എനിക്ക് ഒന്ന് അവളെ അങ്ങനെ പറയാം. അവളെ കുറേം കൂടി മെച്ചോർഡ് ആണ്. പിന്നെ ഷീ ഈസ് മോർ ലൈക്ക് an older sister. ഞാൻ യങ്ങർ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. വീട്ടിലും അവളാണ് അങ്ങനെ. അപ്പനും അമ്മയും കൂടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി നീയാണോ മൂത്തതോ അവളാണോ മൂത്തതെന്ന് ചോദിച്ചിട്ടില്ല? അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് അവള് പറയുമ്പോ പറ്റത്തില്ലല്ലോ അല്ലെ? ബിക്കോസ് ആസ് ഫാർ as you are elder അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തൂലല്ലോ. ഇല്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ അവളെന്തെങ്കിലും പറഞ്ഞ അതിന് കുറച്ച് അവരാലോചിച്ച് ഞാൻ പറയുമ്പോ കുറച്ചും കൂടെ സ്പീഡിൽ റിയാക്ട് ചെയ്യും. അവളാണെങ്കിൽ അവര് വിചാരിക്കും കറക്റ്റ്. അവള് പറയുന്നതിനെക്കാട്ടിലും കാര്യത്തോടെ ഇവള് പറയുന്നുണ്ട് എന്ന് ചിന്തിക്കും അപ്പനും അമ്മയും. അതെ. ആൻഡ് യു ആർ എ വെജിറ്റേറിയൻ? ഐ പ്രിഫർ വെജിറ്റേറിയൻ ഫുഡ്. എനിക്ക് നോൺ വെജ് ഇഷ്ടമില്ല പണ്ട് മുതലേ. അയ്യോ, അപ്പൊ ഈ മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുമ്പോ ശരീരം ക്ഷീണിച്ചു പോവുകയും ഈ ഇത്രയും പ്രയത്നമൊക്കെ ചെയ്യുമ്പോ അതെല്ലാം ഉണ്ട്. അതെല്ലാം ഇതിന്റെ കൂട്ടത്തിലുണ്ടോ? അതെല്ലാം അങ്ങനെ തന്നെയാ. ഡിഫിക്കൾട്ടാ ചേച്ചി. എനിക്ക് ചിക്കന്റെ ടേസ്റ്റും മണമൊന്നും ഇഷ്ടമില്ല, ഫിഷിന്റെ മണവും ടേസ്റ്റും ഇഷ്ടമില്ല. അല്ലെങ്കിൽ പിന്നെ ഒട്ടും ആ ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത കോഴിയുടെ മണം വരും, മീനിന്റെ മണം വരും ഇല്ലാതെ എങ്ങനെ ചെയ്യാനോ? അതെ, ഇപ്പൊ അമ്മ ചില ഫിഷ് വാങ്ങിച്ചിട്ട് ഫിഷിനെ തോന്നൂല അത് ഫിഷാണ്, അതുപോലെ ആക്കിയിട്ട് കറി വയ്ക്കും. ഒരു ടിപ്പ് ചോദിച്ചു പറഞ്ഞു തരണേ അമ്മയോട്. കഴുകി എന്റെ ഫ്യൂസ് അങ്ങനെ. പിന്നെ അമ്മ ഈ പറഞ്ഞ പോലെ കുറച്ച് മോൾ എന്നതേലും ഒന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് പാവ അമ്മ ഇങ്ങനെ ആയിരിക്കും അല്ലെ? ശരിക്കും അത് ചേച്ചി ഏറ്റവും കഷ്ടം അത് എനിക്ക് ഇവിടുത്തെ ആണ് കൂടുതലും. ചിക്കനും ഫിഷിനൊക്കെ സ്മെല്ലൊക്കെ ഫിഷൊക്കെ ചിക്കൻ. ഇപ്പൊ ഞാൻ പുറത്താണെങ്കിൽ അവിടുത്തെ ചിക്കൻ എനിക്ക് അത്രയും ഫീൽ ചെയ്യാം.
ഇവിടെ ഉള്ളത് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന അതുകൊണ്ടാണ്. അതായിരിക്കും. അതാണ്. അപ്പൊ നമുക്ക് basically fresh ഒന്നും non-veg പറ്റത്തില്ല. ഇഷ്ടമില്ല. Safe ആ. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഫ്രഷ് ഫുഡാ ഉണ്ടാക്കിയ. നോ നോൺ വെജ് നത്തിങ്, പേടിക്കണ്ട. പക്ഷെ ആ ഫ്രഷ് ഫുഡ് തരണമെന്നുണ്ടെങ്കിൽ ഒരു പാട്ടോടെ പാടിച്ചേ കൊണ്ടുപോകത്തുള്ളൂ. അത് വേണം. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ദൂതും പേരേ നീങ്ങും മേഘം മണ്ണിന്നേതും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളേ. ഇത് രസാന്നേ. എനിക്ക് കരോക്കെ വെച്ച് പാടാനേ ഇഷ്ടമുള്ളൂ. അത് കൊണ്ടുവരായിരുന്നില്ലേ? ഞങ്ങൾക്ക് ഇവിടെ ആ പരിപാടി എന്നാലും രസമുള്ളൂ. അന്നല്ലേ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ എനിക്ക് അതൊക്കെ റെഡിയാക്കി വെക്കാട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഉള്ളൂ, കരോക്കെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഞാൻ കൊണ്ടുവരാം. അതാ നല്ല കേട്ടോ. ഇനിയിപ്പോ ഞാൻ വെക്കുന്ന ഇനി ശരിയായില്ലെങ്കിൽ എന്നായും. ഇനിയിപ്പോ കരോക്കെ തരാൻ ഒക്കത്തില്ല, നമുക്ക് ഭക്ഷണം തരാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഫുഡിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാ? പറഞ്ഞു നോൺ വെജ് ഇഷ്ടമല്ല, മീൻ ഇഷ്ടമല്ല, ഇറച്ചി ഇഷ്ടമല്ല, കോഴിയുടെ മണം ഇഷ്ടമല്ല, മീനിന്റെ മണം ഇഷ്ടമല്ല, മുട്ടയുടെ മണം ഇഷ്ടമല്ല. അവരെന്നാ ഭക്ഷണം കഴിക്കും? വെജിറ്റേറിയനാ പ്രിഫർ ചെയ്യുന്ന. പക്ഷെ ഞാൻ ഫുഡി അല്ല. ഞാൻ ഇങ്ങനെ എനിക്ക് അങ്ങനെ ഫുഡ് ക്രേവിങ്സ് അങ്ങനെയല്ല. ഒന്നിനോടും ഒരു ക്രേവിംഗ് ഇല്ല? ഇല്ല, ഒന്നിനോടും അങ്ങനെ. സ്നാക്സ് കഴിക്കാറേ ഇല്ല. അപ്പൊ ബേക്കറിയിലോട്ട് പോവാറേ ഇല്ല? പോവാറില്ല. ആക്ച്വലി എന്നതാ കഴിക്കുന്നത്? ഇഡ്ഡലി സാമ്പാറോ? വീട്ടില് അമ്മ ഉണ്ടാക്കുന്ന. ഇപ്പൊ എനിക്ക് ചോറ്, തോരൻ അതൊക്കെ ഇഷ്ടമാ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറ്, ചീരത്തോരൻ, അതൊക്കെ ലഞ്ചിന് അത് കഴിക്കും. പിന്നെ ചപ്പാത്തി, അങ്ങനെ അമ്മ എന്തെങ്കിലുമൊക്കെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് കണ്ടുപിടിക്കും. ഞാൻ വീട്ടിലെ എല്ലാം ഒരുവിധം എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. വീട്ടിലെ കാര്യങ്ങളും ചെയ്യും. കുക്കിംഗ് ഒഴിച്ച് ചേച്ചി എന്റെ അടുത്ത് പ്ലംബിംഗ്, കാർപെൻട്രി വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക് എന്ത് പറഞ്ഞാലും എല്ലാം അറിയാന്നല്ല. പക്ഷെ അച്ഛൻ പറയും ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. എനിക്ക് അതിനൊക്കെ പറ്റും. മല കയറാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെയും കയറും. പക്ഷെ കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാ. എനിക്കത് ഭയങ്കര പാടാ. എനിക്ക് ആ ഫ്ലെയർ ഇല്ല. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന പഠിക്കുമ്പോഴാ എല്ലാ പ്രാവശ്യവും സെയിം റെസിപ്പിക്ക് അമ്മ വീഡിയോ കോളിൽ പറഞ്ഞു തരണം, അല്ലെങ്കിൽ എനിക്കത് പറ്റൂല. അപ്പൊ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ദാറ്റ് ഫ്ലെയർ. പക്ഷെ മൈ സിസ്റ്റർ ഇസ് നോട്ട് ലൈക്ക്. ഭയങ്കര നല്ല. ആക്ച്വലി സിസ്റ്ററിനെ കൂടെ കൊണ്ടുവരണമായിരുന്നു കേട്ടോ. ബിക്കോസ് നമ്മളെക്കാട്ടിലും ഇപ്പൊ മോർ ഫാമിലിയർ ആയിരുന്നു കൊച്ചാ. ചെറുതാ, കുറച്ചുകൂടെ നമുക്കൊക്കെ പരിചയമായി തുടങ്ങിയത്. കാര്യം ചേച്ചി ഉണ്ടെങ്കിൽ അതിന്റെ ഇപ്പുറത്തെ അനിയത്തിയുടെ ഫുൾ വേർഷൻ ഉണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയം അനിയത്തിയാ. അറ്റ്ലീസ്റ്റ് ഞങ്ങള് അടുത്ത എപ്പിസോഡിൽ വരുമ്പോഴെങ്കിലും ഞങ്ങളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തണം കേട്ടോ. ഡെഫിനറ്റ്ലി. ഈ മാർഷൽ ആർട്സ് പഠിച്ചിട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല, എനിക്ക് തോന്നുന്നു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സിറ്റുവേഷൻ വരുമല്ലോ. പഠിക്കാത്തവർക്കാണ് സിറ്റുവേഷൻ വരിക. പക്ഷെ മിക്ക പെൺകുട്ടികളും കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം അല്ലേ? ഓ ഡെഫിനറ്റ്ലി. അത് നമ്മുടെ റിഫ്ലെക്സ് എല്ലാം ഇംപ്രൂവ് ചെയ്യും. കറക്റ്റ്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറവാണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യും. നമ്മുടെ പേടി ഒത്തിരി മാറി കിട്ടും. ദാറ്റ്സ് ഗുഡ് അല്ലേ? ഇനിയിപ്പോ എനിക്ക് പഠിക്കാൻ വയ്യ. ഇപ്പൊ പഠിച്ചത് മാത്രം തരാം. ഞാൻ ഈ സാധനം തരട്ടെ. നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ട്രൈ ചെയ്ത് എക്സ്പ്രഷൻ നീത്തയുടെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാവേ. It's good. It's really good. അയ്യോ, താങ്ക് യു. ബറീറ്റോ കഴിച്ച അതേ ടേസ്റ്റ് ആണോ? നമ്മള് മോശമല്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഹെൽത്തി ആട്ടോ. രാജ്മ അതെല്ലാം ദാറ്റ്സ് ഹെൽത്തി. അവക്കാഡോ ഇസ് ദേർ, അത് ഹെൽത്തി. വെജിറ്റബിൾസ് ഉണ്ട്, പനീർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് റെസിപ്പി തരാമെങ്കിൽ വീട്ടില് അമ്മയ്ക്ക് അടുത്ത ജോലി കൊടുക്കാമല്ലോ അല്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാമല്ലോ. കറക്റ്റ്. അമ്മമാര് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്ന എളുപ്പമാ മോളെ. ഇറ്റ്സ് ഹോൾ മീൽ അല്ലേ? എല്ലാം ഇതിനകത്ത് പോവാ. നമ്മളൊരു പ്ലേറ്റിനകത്ത് മുഴുവൻ മെസ്സാക്കാതെ ഇന്ന വൺ ബൗൾ എല്ലാം കൂടെ കിട്ടുവാണെങ്കിൽ എല്ലാം ഉണ്ട്. പ്രോട്ടീൻ, കാർബ് എല്ലാം. ഇറ്റ്സ് എ ഹെൽത്തി ഡിഷ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ചുമ്മാ അങ്ങ് കളയണ്ട അല്ലെ? പറയുമ്പോ ഒരു തമാശയാണെങ്കിൽ ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം വെച്ച് അവർ ഉണ്ടാക്കിയത് തലേദിവസത്തെ ചോറോ അങ്ങനെ പോലും വെച്ച് വന്ന് ഉണ്ടാക്കിയതായിരിക്കാം. തലേദിവസത്തെ ചോറ് ഹെൽത്തി.
പഴഞ്ചോറ് ഭയങ്കര ഹെൽത്തിയാ, ഭയങ്കര വെരി ന്യൂട്രീഷ്യസ്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ ഇപ്പൊ ഫിലിം ആണ് ഒരു ഇഷ്ടം, സ്പോർട്സ് വൈസ് അതെല്ലാം ഇഷ്ടമാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഏതൊരു സാധനം ചെയ്യുന്നതാണ് യു ഫീൽ സോ റിലാക്സ്ഡ്? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. അല്ല എനിക്ക് അങ്ങനെ റിലാക്സ് ആവാൻ. അയ്യോ ടെൻഷനേ ഉള്ളൂ, എപ്പോഴും സ്ട്രെസ്സാ, എന്തിനാന്നറിയില്ല, പക്ഷെ സ്ട്രെസ് ഉണ്ട്. റിലാക്സ്ഡ് ആവാൻ വർക്ക്ഔട്ട്. ഞങ്ങൾക്കൊക്കെ റിലാക്സ് എന്ന് പറഞ്ഞ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ ഹാപ്പിയാ. ഇല്ല, എനിക്ക് ഏറ്റവും എൻജോയ് ചെയ്യുന്ന വേറെ അപ്പാർട്ട് ഫ്രോം മൂവീസ്, ഞാൻ എന്റെ വർക്ക് അല്ലാണ്ട് ഞാൻ വർക്ക്ഔട്ട് എക്സസൈസ് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഞാനിപ്പോ പറഞ്ഞു എനിക്ക് ഉറങ്ങാനാണ് ഇഷ്ടം എന്ന്, പക്ഷെ നമ്മളെല്ലാ സ്ത്രീകളും, ഈ സ്ത്രീകൾ എന്നല്ല പുരുഷന്മാരായാലും ആരായാലും അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ നമ്മൾ നടക്കുമെങ്കിലും ഒക്കെ ചെയ്യുവാണെങ്കിലല്ലേ നമ്മുടെ ഹെൽത്തിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നന്നാക്കി എടുക്കാൻ പറ്റും. നമ്മൾ മടി കാരണം അതൊന്നും ചെയ്യാത്ത, പക്ഷെ ഒരു ദിവസം നമ്മളൊന്ന് നടന്നു തുടങ്ങി നോക്കൂ, അത് പിന്നെ അത് റൊട്ടീൻ നമ്മുടെ പാർട്ട് ഓഫ് ദ ലൈഫായി മാറും. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹെൽത്ത് ഭയങ്കര നല്ലതാവുകയും. പിന്നെ നമ്മൾക്ക് റിസൾട്ട് കാണാൻ തുടങ്ങുമ്പോൾ അത് ഭയങ്കര മോട്ടിവേഷൻ. കറക്റ്റ്. അതുകൊണ്ട് ഈ ഒരു മോട്ടിവേഷൻ ഞാൻ അങ്ങ് ഏറ്റെടുത്തു കേട്ടോ. ഞാൻ അങ്ങ് നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നടക്കുന്നുണ്ട്, പക്ഷെ ശരിയാവും എന്ന് വിശ്വസിച്ചിട്ടുണ്ട് അല്ലേ. ഓ ഫോർ ദി ബെസ്റ്റ് ഓൾവേസ്. ചേച്ചി വാക്കിംഗ് ഇസ് ഓൾസോ വെരി ഗുഡ്. ജിമ്മിൽ പോകണമെന്നില്ല. അതെ, എനിക്ക് ജിമ്മ് വേണ്ട, ജിമ്മ് കാണുമ്പോഴേ പേടിയാ. അപ്പൊ അതിലും ഭേദ കാര്യം നടക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. സോ ഞാൻ ദിവസവും നടക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു പെയിൻ ഇല്ലാതെ ഒരു സക്സസ് ഒരിടത്തും വരില്ല. നോ പെയിൻ നോ ഗെയിൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും എല്ലാം കണക്കിലെടുത്ത് നമ്മുടെ മടി എന്നൊരു സാധനം, നാളെ എന്നൊരു സാധനം, ഈ രണ്ട് വാക്കുകളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ മിടുക്കികളാ. കണ്ടില്ലേ മെക്സിക്കോയിലുള്ള സാധനമൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയില്ലേ നമ്മുടെ അടുക്കളയിൽ. എന്ന് മാത്രമല്ല, നീത സോ ഹാപ്പി. I loved it. Thank you. എനിവേ, ഇത്രയും വലിയൊരു ബഹളത്തിന്റെ ഇടയിലും ഇവിടെ വന്നു, നമ്മളുമായിട്ട് നല്ലതായിട്ട് സംസാരിച്ചു. പക്ഷെ ബാക്കിയൊക്കെ ഇന്റർവ്യൂവിൽ നോക്കുമ്പോൾ നീത ഭയങ്കര ക്വയറ്റാണ്. എന്റെ അടുത്ത് വന്നിട്ട് എന്തായാലും നീത ക്വയറ്റല്ല. ഐ എം സോ ഹാപ്പി. ഇങ്ങനെ തന്നെ എപ്പോഴും ഓൾവേസ് പോസിറ്റീവ്. മാത്രമല്ല ദൈവം ഒരുപാട് ബ്ലെസ്സിങ് തരട്ടെ. Thank you very much ചേച്ചി. Thank you for having me and thank you for cooking for me. Thank you. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഇന്ന് നീതയുടെ വിശേഷങ്ങൾ ഒരുപാട് കേട്ടു. നീത പറയുന്ന പോലെ കുറച്ചൊക്കെ നമുക്കും തല്ലുകൂടാനും ഒക്കെ പഠിക്കാട്ടോ. തല്ലുകൂടാൻ നമുക്ക് അല്ലേലും അറിയാം, അല്ലാതെ എന്താ പറയാ സെൽഫ് ഡിഫെൻസ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കുറച്ചൊക്കെ പഠിക്കാട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ആനീസ് കിച്ചണിൽ പറ്റത്തില്ല. ഇവിടെ റെസിപ്പി മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye.